ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോർത്ത് ഈസ്റ്റ് പോകാൻ നിൽക്കുകയാണ്. എല്ലാ കാര്യങ്ങളും റെഡിയായി ഇന്നാണ് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നോക്കാം. നമ്മൾ ലഗേജ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച സാധനങ്ങളാണ്. സാഡിൽ ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതുണ്ടോ, BBGയുടെ സാഡിൽ ബാഗാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ടോപ്പ് ബോക്സും വാങ്ങിയിട്ടുണ്ട്. അത് ഷാഡിൻ്റെ ടോപ്പ് ബോക്സ് ആണ്. അപ്പോൾ അതാണ് നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മളൊരു ബാഗും കയ്യിൽ കരുതുന്നുണ്ട്. പക്ഷെ അതിൽ കൊണ്ടുപോകാനിപ്പോൾ സാധനങ്ങളൊന്നുമില്ല. ഇതാണ് ഇൻ കേസ് നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാൻ ഉണ്ടെങ്കിൽ നമ്മളൊരു അഡീഷണൽ ആയിട്ട് നല്ലൊരു ബാഗ് കൂടെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഒരു ബഞ്ചി കോഡ്, ഈ ഒരു ബാഗ് കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബഞ്ചി കോഡ് കൊണ്ടുപോയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ഇതും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സെറ്റപ്പ്. പിന്നെ നമ്മൾ ഒരു ലാപ്ടോപ്പ് കൊണ്ടുപോകുന്നുണ്ട്. അത് നമ്മൾ കണ്ടോ, ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ബാഗിലാക്കിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത് നമ്മൾ സാഡിൽ ബാഗിൻ്റെ കൂടെ തന്നെ ഇടുക. പിന്നെ നമുക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ കേസ് നല്ല സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ കോവിഡും കാര്യങ്ങളൊക്കെ ആവുന്നതുകൊണ്ട് ചില സ്ഥലത്തൊക്കെ ടെൻ്റ് അടിക്കാൻ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് പറ്റിയ നല്ല നമുക്ക് ഉറപ്പുള്ള അല്ലെങ്കിൽ നല്ല വിശ്വസ്തമായ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ടെൻ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് വെച്ചിട്ടുള്ള ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഹൈഡ്രേഷൻ ബാഗ്. നമുക്ക് യാത്രകളിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ലോങ് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കുടിക്കാൻ വണ്ടി നിർത്തി വെള്ളം കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ മാത്രമല്ല, ഈ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യാത്രയിൽ ക്ഷീണിച്ച് പോകും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ഹൈഡ്രേഷൻ ബാഗ്. ഇതിൻ്റെ ഒരു സെറ്റപ്പ് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വന്നതിന് ശേഷം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോന്നോരോന്ന് ചെയ്യാം. അപ്പോഴതിനൊക്കെ ഒരു കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കണ്ടോ, ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ വെള്ളം നിറച്ചിട്ട് നമ്മൾ ജാക്കറ്റിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവന്ന് ഇതിലൂടെയാണ് വെള്ളം കുടിക്കുക. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് നമ്മൾ കരുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറിയൊരു ബാഗ് കൂടെ വെച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ നമ്മുടെ ഈ ഒരു ഭാഗത്തിരുന്നൊരു ബാഗാണ്. ഇത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, മൊബൈൽ ഫോണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ഇതൊക്കെ വെക്കാൻ പറ്റിയ സംഭവമാണ് ചെറിയൊരു ബാഗ്. അപ്പോൾ ഇതാണ് നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോകാൻ ഉപയോഗിച്ചിട്ടുള്ള ബാഗുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോകുന്നത് നോക്കാം. ഇതാണ് മെയിനായിട്ട്. പ്രത്യേകിച്ച് ലോങ് റൈഡ് പോകുമ്പോൾ നമുക്ക് എത്ര നല്ല സീറ്റുള്ള വണ്ടിയാണെങ്കിലും നമുക്ക് കുറേ സമയം ഇരിക്കുമ്പോൾ നമ്മൾ പാൻറ്റിലൊക്കെ ഉള്ള ഈ ഒരു തുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. കുറേ സമയം ഇരിക്കുമ്പോൾ എന്തായാലും ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എയർ സീറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഗ്രാൻഡ് ബിറ്റ് ഷോപ്പിൻ്റെ എയർ സീറ്റാണ്. നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് നമ്മളൊന്ന് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഉള്ളത്, നമ്മൾ വണ്ടിയിൽ എയറൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മൾ ഒഴിഞ്ഞ സ്ഥലത്തു നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എയർ അടിക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. അതിൻ്റെ എല്ലാ സെറ്റപ്പും നമുക്ക് ഈ ഒരു കവറിലുണ്ട്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ ചെയ്യാം. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് പഞ്ചറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പഞ്ചർ കിറ്റ് കണ്ടോ, ഇതിലും എല്ലാ സെറ്റപ്പുകളും ഉണ്ട്. കണ്ടോ, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇതൊക്കെ ഗ്രാൻഡ് ബിറ്റ് ഷോപ്പിൻ്റെ ഐറ്റംസ് ആണ്. ഇതൊക്കെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പിന്നെ നമ്മൾ കൊണ്ടുപോയിട്ടുള്ളതാണ് റോളർ. നമുക്ക് എന്തായാലും ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം ഇത്ര ലോങ് ഓടുന്ന സമയത്ത് നമുക്ക് എന്തായാലും ചെയിൻ ലൂബ് കൂടുതൽ പ്രാവശ്യം ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ക്ലച്ച് കേബിൾ, ആക്സിലേറ്റർ കേബിൾ നമ്മൾ വണ്ടിയിൽ നിന്ന് നമ്മൾ അയച്ചു വെച്ചതാണ്. കംപ്ലൈൻ്റ് ഒന്നുമില്ല, പക്ഷെ നമ്മളൊരു സെറ്റപ്പിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അഴിക്കാനുള്ള ടൂൾസും കാര്യങ്ങളൊക്കെയാണിത്. എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അഴിക്കാനൊക്കെയുള്ള ചെയിൻ ടൈറ്റ് ആക്കാൻ കാര്യങ്ങൾ, അങ്ങനത്തെ ടൂൾസ് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെസ്ത്രയുടെ ബ്രേക്ക് പാഡ്സ് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അഡീഷണൽ ആയിട്ട് വെച്ചു തന്നെ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ബാലക്ലാവ, ആം സ്ലീവ്, ഇത് രണ്ടും വെച്ചു. ഇതൊക്കെ ഗ്രാൻഡ് ബിറ്റ് ഷോപ്പിൻ്റെയാണ്. എല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ മോട്ട്യൂളിൻ്റെ ചെയിൻ ലോബ് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ മോട്ട്യൂളിൻ്റെ ചെയിൻ ക്ലീനറും. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ടുണ്ട്. അത് എന്തെങ്കിലും നമുക്ക് തുടക്കാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇനി നമുക്ക് ഒഴിഞ്ഞ സ്ഥലത്ത് നിന്ന് വല്ല പുഴകളോ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് അവർക്ക് ഇറക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് വെച്ചിട്ടുണ്ട്. നമ്മളൊരു മോട്ടോമാക്സിൻ്റെ ഒരു കാർ ഷാമ്പു വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് പഞ്ചറായോ ഒക്കെ നോക്കാനും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ വണ്ടി വാഷ് ചെയ്യാനൊക്കെ നമുക്ക് എവിടെയെങ്കിലും പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അത് വാഷ് ചെയ്യാനും കൂടെയാണ് ഇത് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു ചെയിൻ ക്ലീനിങ് ബ്രഷ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ഡിസ്ക് ലോക്ക് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ എവിടെയെങ്കിലും നിർത്തുന്ന സമയത്ത്
നമുക്ക് വണ്ടി ഒന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡിസ്ക് ലോക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കൊണ്ടുപോകുന്നതാണ് മരുന്നുകൾ. ഇത് അന്ന് നമുക്ക് ഒരാൾ തന്നായിരുന്നു, നമുക്ക് ആവശ്യം എങ്കിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നുകൾ. പിന്നെ നമ്മൾ കുറച്ച് ഫസ്റ്റ് എയ്ഡ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കണ്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഡിസ്പോസിബിൾ മാസ്ക്. പിന്നെ ഇത് നമുക്ക് വളരെ ആവശ്യമുള്ള സാധനമാണ് ടൂത്ത് പേസ്റ്റും ടൂത്ത് ബ്രഷും. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സോപ്പ് വാങ്ങിച്ചിട്ടില്ല, കാരണം നമ്മൾ സോപ്പ് കുളിക്കുന്ന സമയത്ത് മാത്രമേ സോപ്പ് ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അത് കാണുന്ന സമയത്ത് വാങ്ങാം. പിന്നെ നമ്മൾ കുറച്ച് ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ട്, കൂടുതലൊന്നും എടുത്തിട്ടില്ല, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. കാര്യമായിട്ട് ജേഴ്സി, ടീഷർട്ട് കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഒരു പുതപ്പ് എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം, അത്യാവശ്യമുള്ള ഡ്രസ്സുകൾ മാത്രമേ എടുത്തുള്ളൂ. എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി പിന്നെ വേറെ വാങ്ങിച്ചിട്ടുള്ളത് ഒരു സ്പ്രേ വാങ്ങിച്ചിട്ടുണ്ട്. ഇതെന്തായാലും നല്ല ആവശ്യമാണ് യാത്ര പോകുന്ന സമയത്ത്, കാരണം നമുക്ക് എപ്പോഴൊന്നും അലക്കാൻ പറ്റൂല. അപ്പോൾ അതിന് വേണ്ടി നമ്മളതൊന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ റൈഡിങ് കേസ് ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ ഹെൽമെറ്റ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. പിന്നെ മോട്ടോ ടോർക്കിൻ്റെ ഒരു ലെവൽ 2 ജാക്കറ്റ്. പിന്നെ അതുപോലെ തന്നെ സ്കൈക്കോടെ ഒരു നീ പാഡ്. പിന്നെ അതുപോലെ തന്നെ ഷീൽഡിൻ്റെ ഒരു ഗ്ലൗ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ റൈഡിങ് കേസ് എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ യാത്രാ സെറ്റപ്പുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ സെറ്റപ്പുകളെ കുറിച്ച് വല്ല കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു കമൻറ്റ് അറിയിക്കുക. ഇനി നോർത്ത് ഈസ്റ്റിലെ മനോഹരമായ കാഴ്ചകളുമായിട്ടൊക്കെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.